ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്ക് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ശരിക്കും നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ഓറഞ്ച് ഐസ്ക്രീം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഓറഞ്ച് ജ്യൂസും മിൽക്ക് മെയ്ഡും കൂടിയിട്ടുള്ളത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഓറഞ്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. കാരണം നമ്മുടെ ഐസ്ക്രീമിന് ചെറിയൊരു ഓറഞ്ച് കളർ വേണം, അപ്പോഴാണ് നമുക്ക് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവുക. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓറഞ്ച് എസൻസ് ഉണ്ടെങ്കിൽ അതൊരു 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഓറഞ്ച് എസൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ വാനില എസൻസ് മാത്രമാണ് ചേർക്കുന്നത്. അതിനുശേഷം ഒന്നും കൂടി നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഫ്രീസറിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ഡപ്പയിലേക്ക് ഇത് മാറ്റാണ്. അതിനുശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കണം. ഞാനിവിടെ ഓവർനൈറ്റാണ് വെക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് നോക്കുകയാണ്. ഐസ്ക്രീം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ശരിക്കും നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ഐസ്ക്രീമിൻ്റെ ടെക്സ്ചറും ടേസ്റ്റും ഒക്കെ തന്നെയുണ്ട്. അപ്പോൾ വളരെ എളുപ്പമാണ് നമുക്ക് ഈ ഓറഞ്ച് ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.